തൊപ്പി ആർപ്പ് കളിക്കുന്നുണ്ടോ ഇല്ല. അപ്പൊ നീ ആർപ്പി കളിച്ചപ്പോൾ കൊണ്ടുവന്ന് വാച്ചിങ് നിന്റെ ഏതെങ്കിലും അണ്ണന്മാർക്കുണ്ടെങ്കിൽ അതും വെച്ച് എന്നെ കമ്പയർ ചെയ്യാൻ അന്നേരം ഞാൻ സംസാരിക്കാം. അല്ലാതെ മറ്റേ ഷെഡിക്കകത്ത് നൂഡിൽസ് ഇടുന്ന ദിവസം 50,000 പേര് കാണാൻ വന്നു, നിനക്ക് നീ ഇവിടെ ഗെയിം കളിക്കുമ്പോൾ അത്രയും പേരില്ലല്ലോ എന്ന് എന്റെ എന്നാൽ ഇതിപ്പോൾ വ്യൂവർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, അത് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പോഴത്തെ കാര്യം ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ആർ പി തുടങ്ങിയ അത്രയും ദിവസം ഈഗിളിന് 12 വാച്ചിങ്ങും ഞാൻ 15 വാച്ചിങ്ങിലും ഞാൻ സ്ട്രീം ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഈഗിളിന് 12 വാച്ചിങ്ങും ഇപ്പം വാച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. എനിക്ക് ഇത് പറയാം, ഞാൻ ഇതൊന്നും എനിക്ക് ഇങ്ങനത്തെ വാച്ചിങ്ങിൻ്റെ കാര്യമൊന്നും പറയാൻ താല്പര്യമില്ലാത്തതാണ്. പക്ഷേ പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യം പറയാം. ഈഗിൾ 12K വാച്ചിങ്ങിലും ഞാൻ യൂട്യൂബിൽ 15K വാച്ചിങ്ങിലും ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അല്ല, ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പറയണതിൽ ഒരു കാര്യമില്ല. നീ അങ്ങനെ ഉള്ളപ്പോൾ കൊണ്ടുപോകാം, അന്നേരം ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. നീ പറഞ്ഞ ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യൂവിന്റെ കാര്യം പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ എനിക്ക് മുകളിൽ ഈ പറയുന്നത് പോലെ ഒരു ഇത് കൊണ്ടിട്ട് ബോട്ട് വാച്ചിങ് ചെയ്യുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത് കേട്ടാ. അതും ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നീ കൊണ്ടുവരുന്ന ഞാൻ സംസാരിക്കാം. അത് നമ്മളൊക്കെ അല്ല, അത് കൈ തന്നെയാണ്. കിക്കിലേക്ക് ഇത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൈ തന്നെയാണ്. അത് ഞാൻ എല്ലാന്ന് പറയുന്നില്ല. പക്ഷേ എന്ന് കരുതി നമ്മളാരും ഇതുവരെ വ്യൂവർഷിപ്പ് ഇല്ലാത്ത കുണ്ണകളാണെന്ന് ചിന്തിക്കരുത്. മനസ്സിലായല്ലോ? 72K അതെല്ലാം ഹിസ്റ്ററി. അത് ഞാൻ എന്താ പറയുന്നത് അറിയും. ഞാൻ ഇതിലധികം സംസാരിക്കുന്നില്ല. ഞാൻ ഇതിലധികം സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു രീതിയിലേക്ക് ഇത് മാറും. ഇത് സംസാരിക്കേണ്ട ആളുണ്ട്. മനസ്സിലായോ? ഇത് സംസാരിക്കേണ്ട വേറൊരാളുണ്ട്. അത് മൂപ്പര് വന്ന് സംസാരിച്ചോളും, മൂപ്പര് വന്ന് തീർത്തോളും. ഞാനിതിൽ ഇടപെടുന്നില്ല. ഐ തിങ്ക് എന്നെ ടിവിയൊക്കെ മുമ്പിൽ ആ ടിവിയുടെ ഇതിന് മുകളിൽ ഒരു നല്ല ഗ്യാങ് ആയിട്ട് കൊണ്ടുവന്ന് സംസാരിക്കാം. അല്ലാതെ എനിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിന്റെയൊക്കെ വ്യൂ കമ്പാരിസൺ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരിക്കും. ഇനി ഇവിടെ കാണാൻ വന്ന് ഇമാര് വർത്താനം പറഞ്ഞാൽ ഇതുപോലെ അപരാധി ചെയ്യാൻ പറ്റേ ഉള്ളൂ. ഒരു സംശയമില്ല. പിന്നെ സിറ്റിക്കകത്ത് ഇനി ഏതെങ്കിലും അമ്പി വന്നിരുന്ന് നാളെ തൊട്ട് സിറ്റിക്കകത്ത് കയറുന്ന സമയത്ത് ടിവിയുടെ അടുത്ത് ഏതെങ്കിലും ഈ പറയുന്ന ഗ്യാങ്ങിൽ അമ്പി വന്നിരുന്ന് കൊണ പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് തല്ലി കട്ടി തൂക്കി കത്തിക്കും. ഒരു സംശയമില്ല. അങ്ങനെ തന്നെയാണ് തീരുമാനം. അങ്ങനെ തന്നെയാണ് പ്ലേസിനോട് പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെയാണ്. സിറ്റിക്കകത്താണ് വന്ന് നിനക്കൊക്കെ ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ഫ്രസ്ട്രേഷൻ തീർക്കണം. 72 എടാ, അതെല്ലാം ഞാനൊരു കാര്യം പറയട്ടെ, അതെല്ലാം നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോലും കാര്യമില്ല. മനസ്സിലായോ? ഇതെങ്ങനെ ഉണ്ടാക്കുന്നു, വ്യൂവർഷിപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞല്ലോ. നിങ്ങളെ കൈവ് കേടെന്ന് പറഞ്ഞല്ലോ, വ്യൂവർഷിപ്പ് കുറഞ്ഞത് നിങ്ങളെ കൈവ് കേടെന്ന് പറഞ്ഞല്ലോ അല്ലേ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, വ്യൂവർഷിപ്പ് ഉണ്ടാക്കൽ കൈവ. ആ കൈവ് തൊപ്പിക്കുണ്ട്, ഓനുണ്ടാക്കി. അതിലിപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനൊരു കാര്യം പറയല്ലോ, ഇപ്പം ഈഗിൾ പറഞ്ഞു വെച്ച കാര്യമാണ്. നിങ്ങളൊക്കെ 10 പേര് കൂടിയാലും വ്യൂവർഷിപ്പ് കിട്ടൂല. ഈ സംഭവം ഇപ്പം ഈഗിൾ പറഞ്ഞതാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ തെറ്റുകൊണ്ടാണ് നമ്മളെ വ്യൂവർഷിപ്പ് MRCൻ്റെ വ്യൂവർഷിപ്പ് പോയത് നിങ്ങളെ പിടിപ്പ് കോടുകൊണ്ട്. അങ്ങനെയാണ് ഈഗിൾ പറഞ്ഞത്. MRCൻ്റെ വ്യൂവർഷിപ്പ് പോയത് നിങ്ങളെ പിടിപ്പ് കോടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ വ്യൂവർഷിപ്പ് കയറ്റൽ പിടിപ്പ് ഇതാണല്ലോ, നമ്മളെ ഗുണമാണല്ലോ, നമ്മളെ ബുദ്ധിയാണല്ലോ. അത് അങ്ങനെയാണെങ്കിൽ അത് ഓൻ്റെ ബുദ്ധിയാ. മനസ്സിലായോ? അത് ഓൻ്റെ ബുദ്ധിയാ. കോൺട്രവേഴ്സിയോ വാട്ടെവർ ചെക്കൻ ഈ പറഞ്ഞ വ്യൂവർഷിപ്പ് കയറ്റിയോ അതോൻ്റെ ബുദ്ധിയാ. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അതിന് കണ്ട ഈ പറഞ്ഞ പോലെ ന്യൂഡിൽസ് കയറ്റിയെന്നും മറ്റേ മുളക് പൊടി വാരിയിട്ടെന്നും ഇങ്ങനെയൊന്നും ബായ്ത്താളടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കൈവുള്ളവർ വ്യൂവർഷിപ്പ് കയറ്റും, എങ്ങനെയും കയറ്റും. അതാണ് ഇപ്പോൾ ഈഗിൾ പറഞ്ഞ കാര്യമാണത്. ഞാൻ മാത്രമല്ല പറഞ്ഞത്, ഈഗിൾ പറഞ്ഞ കാര്യമാണത്. ആണോ? ആണ്. ഈഗിളുടെ വായിൽ നിന്ന് വീണ കാര്യം. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാമല്ലോ. ഈഗിൾ പറഞ്ഞ കാര്യമാണ്. നിങ്ങളെ വ്യൂവർഷിപ്പ് പോയില്ലെങ്കിൽ നിങ്ങളെ കൈവ് കേട്. അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്നത് നമ്മളെ കഴിവാണ്. അത് അംഗീകരിക്കണം. അല്ലാണ്ട് അതിൽ കയറി വെറുതെ കുണക്കരുത്. നൂഡിൽസ് ഇട്ടോ വേറെ എന്ത് മൈരി ചെയ്തിട്ടാണെങ്കിലും ഓൻ വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയോ അത് ഓൻ്റെ കഴിവാണ്, ഓൻ്റെ ബുദ്ധിയാണ്. അപ്പോൾ പിന്നെ അത് സമ്മതിച്ചു കൊടുക്കണം. മതിയല്ലോ. ആടെ കടന്ന് പിന്നെ ഉരുളരുത്. നീ വന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ടുതരാം. അങ്ങനെയൊക്കെ കുറച്ച് ദിവസം ഞാനത് കേൾക്കാൻ തുടങ്ങിയിട്ട് മടുത്ത് സീരിയസ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് ഇത് ചെയ്യത്തില്ല, പറയാതിരിക്കാൻ വയ്യ. എല്ലാവർക്കും എടാ, നിന്റെ LW ഒക്കെ നിന്റെ അച്ഛൻ അണ്ടിക്കകത്ത് കൊണ്ടിടും. ഇവിടെ ഇടാവേ നിന്റെ LW. നിങ്ങൾ വാടാ, നിങ്ങൾ വിടിടാ. നിങ്ങൾ എന്തിനാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്തിനാ അവിടെ പോയിട്ട് ഇതാക്കുന്നത്? ഇത് സ്ട്രീമേഴ്സ് പൊതുവേ ഉപയോഗിക്കുന്ന സാധനം ഈ LW. മനസ്സിലാവും? സ്ട്രീമേഴ്സ് പൊതുവേ പുറത്തുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണിത്, ഈ LW എന്നുള്ള കാര്യം. ഇത് ഈഗിളിന് വേണ്ടെങ്കിൽ ഈഗിൾ അത് ഇതാക്കണ്ട. അതിന് അവരെ തെറി വിളിച്ചതിനെ കൊണ്ട് എന്താ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ WL ഇടുന്നതിന് അത്രയ്ക്ക് ഇതാണോ, ഈഗോ ആണോ? എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഗൈസ്. ഫസിലായിട്ടൊന്നും നിന്റെയൊക്കെയാണ് അത് കണ്ടുപിടിച്ചത്. ഫോറിലുള്ള നല്ല സ്ട്രീമേഴ്സിന്റെ ഒക്കെ വായിന്ന് മത്തിയെടുത്ത സാധനം ഇവിടെ കൊണ്ടുവന്ന് ഛർദ്ദിച്ചിട്ട് പറയുമോ അവനെ? ഛർദ്ദിക്കലല്ല ബ്രോ, ഛർദ്ദിക്കലല്ല. അത് കൈവാ. അവിടെ ഉള്ള ഒരു സാധനം ഇവിടെ വർക്കാക്കി എടുക്കാന്ന് പറഞ്ഞാൽ കൈവാ. ആ കൈവില്ലാത്തവർ ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കും. മനസ്സിലായോ? ആ കൈവില്ലാത്തവർ ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കും. കുറ്റം പറഞ്ഞോട്ടെ. കാരണം എന്താ? അവർക്കതില്ല. അപ്പൊ പിന്നെ അതിന്റെ വിഷമം കാണും. അത് കരയട്ടെ. ക്രൈ മോർ ബ്രദർ. തീട്ടങ്ങൾ അതുപോലെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത A ക്ലാസ് തീട്ടങ്ങൾ പറയാതിരിക്കാൻ വയ്യ.
സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ വേണ്ട, അതുമല്ല വെളിയിലത്തെ സ്ട്രീമേഴ്സിനെ അതേപോലെ നക്കി എടുത്തിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് അവന്റെ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, GTA എന്ന് പറഞ്ഞ ഗെയിം ഉണ്ടാക്കിയത് ഈഗിളാണോ? GTA എന്ന് പറഞ്ഞ ഗെയിം ഉണ്ടാക്കിയത് ഈഗിളാണോ? ആണോ? അല്ലല്ലോ, പുറത്തുള്ള ഗെയിമല്ലേ ഇത്, പുറത്തുള്ള ഗെയിമല്ലേ ഇത്, ഫോറിനേഴ്സ് കളിക്കുന്ന ഗെയിമല്ലേ ഇത്. ഇതെന്തിനാ, അതെന്തിനാ അപ്പോൾ അവരെ ഛർദിയിലാണോ ഈകള് കളിക്കുന്നത്? അതെന്താ? അയ്യോ അതെന്തിനാ അങ്ങനെ ചെയ്യുന്ന? എന്തിനാ പുറത്തുള്ള അല്ല, ഇതിപ്പോൾ പറഞ്ഞത് LW പുറത്തുള്ളവർ ഛർദ്ദിച്ചാണെന്ന് പറഞ്ഞു, LW പുറത്തുള്ളവർ ഛർദ്ദിച്ചാണെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞ ഗെയിം GTA 5 എന്ന് പറഞ്ഞ ഗെയിം പുറത്തുള്ള ആൾക്കാർ ഉണ്ടാക്കിയതാ ആണോ? ആണ്. അതപ്പോൾ എന്തിനാ കളിക്കുന്നത്? അപ്പോൾ അവർ ഛർദ്ദിലല്ലേ കളിക്കുന്നത്? അതിലപ്പോൾ കുഴപ്പമില്ല അല്ലേ? ഓക്കെ പറഞ്ഞാൽ അതൊക്കെ അവന്മാരുണ്ടാക്കിയതാണെന്നാണ്. LW നിന്റെ അച്ഛന്റെ കാലിനെ കൊണ്ടിട്ടാൽ എന്റെ അടുത്ത് കണ്ട അത് കേട്ട് നോക്കി തീരുമാനം മാറ്റുന്ന മറ്റേ നട്ടലില്ലാത്തവന്മാരെ മാത്രമേ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. മറ്റേ സ്വന്തമായിട്ട് തീരുമാനം, സ്വന്തമായിട്ട് സ്റ്റേറ്റ്മെന്റ് ഉള്ള ആൾക്കാരെ നിനക്കൊന്നും അറിഞ്ഞൂടാ. നീക്ക് അത് കണ്ട് വളർന്നതിന്റെ പ്രശ്നം. സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോൾ കണ്ടു. അതായത് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയാണ് മെയിൻ പരിപാടി. ഫസ്റ്റത്തെ കാര്യം കുടുംബശ്രീ. അതായത് അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു, MRCയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. MRCയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് മെയിൻ ഇവരുടെ പരിപാടി. അപ്പം തന്നെ അവിടെ തന്നെ മനസ്സിലായല്ലോ കുടുംബശ്രീ, അവിടെ തന്നെ ലേബലായല്ലോ കുടുംബശ്രീ ആണെന്നുള്ള കാര്യം അവിടെ ഉറപ്പായി. രണ്ടാമത്തെ കാര്യം, പുറത്തുള്ള ആൾക്കാരെ ഛർദിലാണ് തൊപ്പിയും ഞാനൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് W L അതാണ് പറയുന്നത്. അതാണ് ഇൻഡയറക്റ്റ്ലി ആയാലും ഡയറക്റ്റ്ലി ആയാലും അതാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കത് മനസ്സിലാവും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം പറയാം. ഈ പറഞ്ഞ GTA 5 എന്ന് പറഞ്ഞ ഗെയിം ഉണ്ടാക്കിയത് ഈഗിളല്ല ആണോ? ഈഗിളല്ല ഉണ്ടാക്കിയത്. അപ്പം പിന്നെ ഈഗിള് കളിക്കുന്ന എന്താ? ഈഗിള് കളിക്കുന്നത് ഛർദിലാ. ഈഗിള് കളിക്കുന്നത് പുറത്തുള്ളവന്മാർ, കൈവുള്ളവന്മാർ ഉണ്ടാക്കിയത് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ആ ഛർദിലാണ് ഈഗിള് കളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും. മനസ്സിലായോ? മതി ഇതിന്റെ അപ്പുറത്തോട്ടേ പോയാലേ മതി. എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പിടിച്ചു വെച്ചു. എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ വാക്കുകളും ഓരോ സംഭവം ഞാൻ ഇങ്ങനെ പിടിച്ച് വെക്കുക. കാരണം എനിക്ക് ഇത് താല്പര്യമില്ല, ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ നമ്മൾ MRCനെ കുറച്ച് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കത് കൊള്ളും. മനസ്സിലായോ? നമുക്കത് കൊള്ളും. അപ്പം നമുക്കങ്ങനെ അത് കേട്ടോണ്ട് നിൽക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റൂല, ബാക്കിയുള്ളവർക്ക് പറ്റുമായിരിക്കും, എനിക്കത് പറ്റൂല. എനിക്കത് പറ്റൂന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റൂല. മനസ്സിലായോ? ഇതിനൊക്കെ ഛർദിൽ എന്ന് പറഞ്ഞാൽ അല്ലല്ലേ? ഓക്കെ ലെറ്റ്സ് ലീവ് ഗൈസ്, ലെറ്റ്സ് ഗോ. അല്ല അത് വിട്. ഇത് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിപ്പോൾ എന്തായാലും കുറച്ച് ഇതാവും തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ MRCനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എന്തായാലും ചുമ്മാ ഇരിക്കാൻ പറ്റൂല. അതിപ്പോൾ ആരായാലും ശരി, ഈഗിളായാലും ശരി, ആരായാലും ശരി, MRCനെ കുറ്റം പറയുമ്പം എനിക്ക് പൊള്ളും. ഞാൻ അവിടെ ഉള്ള ആളാണ്, ഞാൻ അവിടുന്ന് വന്ന ആളാണ്. അപ്പം നമ്മളെ കുറ്റം പറയുമ്പം എനിക്കത് കൊള്ളും ബ്രദർ, എനിക്കത് കൊള്ളും. MRCനെ പറയുമ്പോൾ എനിക്ക് കൊള്ളും. TVനെ പറയുമ്പം വാസു ഈഗിളിന് എങ്ങനെയാണോ കൊള്ളുന്നത് അതുപോലെ തന്നെ എനിക്കും കൊള്ളും. മനസ്സിലായോ? എനിക്കും കൊള്ളും. അപ്പം എന്താ നമ്മൾ പറയുക, ഇപ്പം ഈഗിൾ എന്താണോ പറഞ്ഞത് അതിന് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത്ര മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അത്രയും ഓരോ വാക്കും ഞാൻ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ ഇതാവോ, ഇങ്ങനെ ഓരോന്ന് ഞാൻ ഇതാക്കി ഫിൽട്ടർ ചെയ്താണ് ഞാൻ പറയുന്നത്. മനസ്സിലാവും? കാരണം വെറുതെ ഒരു ഇതാവണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതെന്തണ്ടി? അതൊന്ന് മൂത്രമൊഴിക്കട്ടെ.